പിതാവേ, അന്ത്യകാല നിമിഷങ്ങളിൽ അവിടുത്തെ വചനം ധ്യാനിച്ച് ഹൃദയപരമാർത്ഥതയോടെ പശ്ചാത്തപിച്ച് അവിടുത്തെ വഴികളിൽ ചരിക്കുവാൻ അടിയങ്ങളെ അനുവദിക്കണമേ. ഈ ദിവസത്തിനും ഞങ്ങളുടെ ജീവനും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ ദാനങ്ങൾക്കും അടിയങ്ങൾ നന്ദി പറയുന്നു നാഥ. അവിടുത്തെ അനന്തമായ കരുണയ്ക്കും പാപമോചനത്തിനും നന്ദി ദൈവമേ. വെളിപാടിൻ്റെ വചനങ്ങൾ ഞങ്ങൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങൾക്ക് ജ്ഞാനവും ഉൾക്കാഴ്ചകളും പ്രദാനം ചെയ്യണമേ. അവിടുത്തെ വചനത്തിനായി അടിയങ്ങൾ കാതോർക്കുന്നു. ഞങ്ങളിൽ വന്നു നിറയണമേ. വിശുദ്ധ യോഹന്നാന് ലഭിച്ച വെളിപാട് അധ്യായം 10. ചുരുളേന്തിയ ദൂതൻ. മേഘാവൃതനും ശക്തനുമായ വേറൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അവൻ്റെ ശിരസിന് മീതെ മഴവില്ല്, മുഖം സൂര്യനെ പോലെ, പാദങ്ങൾ അഗ്നിസ്തംഭങ്ങൾ പോലെയും. അവൻ്റെ കയ്യിൽ നിവർത്തിയ ചെറിയൊരു ഗ്രന്ഥച്ചുരുളുണ്ടായിരുന്നു. അവൻ വലതുകാൽ കടലിലും ഇടതുകാൽ കരയിലും ഉറപ്പിച്ചു. സിംഹഗർജനം പോലെ ഭയങ്കര സ്വരത്തിൽ അവൻ വിളിച്ചു പറഞ്ഞു. അപ്പോൾ 7 ഇടിനാദങ്ങൾ മുഴങ്ങി. ആ 7 ഇടിനാദങ്ങൾ മുഴങ്ങിയപ്പോൾ ഞാൻ എഴുതാൻ ഒരുങ്ങി. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം പറയുന്നത് കേട്ടു. ആ 7 ഇടിനാദങ്ങൾ പറഞ്ഞത് മുദ്രിതമായിരിക്കട്ടെ, അത് രേഖപ്പെടുത്തരുത്. കടലിലും കരയിലും നിലയുറപ്പിച്ചവനായി ഞാൻ കണ്ട ദൂതൻ വലത് കൈ സ്വർഗത്തിലേക്ക് ഉയർത്തി. ആകാശവും അതിലുള്ളവയും ഭൂമിയും അതിലുള്ളവയും സമുദ്രവും അതിലുള്ളവയും സൃഷ്ടിച്ച നിത്യം ജീവിക്കുന്നവൻ്റെ നാമത്തിൽ ആണയിട്ടു, ഇനി കാലവിളംബം ഉണ്ടാവുകയില്ല. 7ാമത്തെ ദൂതൻ മുഴക്കാനിരിക്കുന്ന കാഹളധ്വനിയുടെ ദിവസങ്ങളിൽ തൻ്റെ ദാസരായ പ്രവാചകന്മാരെ ദൈവം അറിയിച്ച രഹസ്യം നിവൃത്തിയാകും. ചുരുൾ വിഴുങ്ങുന്നു. സ്വർഗത്തിൽ നിന്ന് ഞാൻ കേട്ട സ്വരം വീണ്ടും എന്നോട് പറഞ്ഞു, നീ പോയി കടലിലും കരയിലും നിലയുറപ്പിച്ചിരിക്കുന്ന ദൂതൻ്റെ കയ്യിൽ നിന്ന് ആ നിവർത്തിയ ചുരുൾ വാങ്ങുക. ഞാൻ ദൂതൻ്റെ അടുത്ത് ചെന്ന് ആ ചെറിയ ചുരുൾ ചോദിച്ചു. അവൻ പറഞ്ഞു, ഇതെടുത്ത് വിഴുങ്ങുക. നിന്റെ ഉദരത്തിൽ ഇത് കയ്പായിരിക്കും, എന്നാൽ വായിൽ തേൻ പോലെ മധുരിക്കും. ഞാൻ ദൂതൻ്റെ കയ്യിൽ നിന്ന് ചുരുൾ വാങ്ങി വിഴുങ്ങി. അത് എൻ്റെ വായിൽ തേൻ പോലെ മധുരിച്ചു, എന്നാൽ വിഴുങ്ങിയപ്പോൾ ഉദരത്തിൽ അത് കയ്പായി മാറി. വീണ്ടും ഞാൻ കേട്ടു, നീ ഇനിയും അനേകം ജനതകളെയും രാജ്യങ്ങളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കണം. ദൈവജനമേ, വിശുദ്ധ യോഹന്നാനിലൂടെ നമുക്ക് ലഭിച്ച വെളിപാടിൻ്റെ പുസ്തകം സഭയുടെ ചരിത്രത്തിലും അന്ത്യകാല സംഭവങ്ങളിലും വെളിച്ചം വീശുന്ന അഗാധമായ സത്യങ്ങൾ ഉൾക്കൊള്ളുന്നു. 10ാം അധ്യായത്തിൽ ഒരു ശക്തനായ ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങുന്നതും അവൻ്റെ കയ്യിൽ തുറന്ന ഒരു ചെറിയ പുസ്തകം പിടിച്ചിരിക്കുന്നതുമായ ദർശനം യോഹന്നാൻ അവതരിപ്പിക്കുന്നു. ഈ ദർശനം കേവലം ഭാവനാ സൃഷ്ടിയല്ല, മറിച്ച് ദൈവിക പദ്ധതികളുടെയും കാലങ്ങളുടെ പൂർണ്ണതയുടെയും ആഴമേറിയ ഉൾക്കാഴ്ചകൾ നമുക്ക് നൽകുന്നു. ദൈവത്തിൻ്റെ അലംഘനീയമായ വാഗ്ദാനങ്ങളും അവ നിറവേറപ്പെടുന്ന സമയവും അടുത്തു വരുന്നു എന്ന സന്ദേശമാണ് സഹോദരങ്ങളെ ഈ അധ്യായം പ്രധാനമായും നൽകുന്നത്. ഈ അധ്യായത്തിൽ നിന്നുള്ള പ്രധാന ഉൾക്കാഴ്ച ദൈവത്തിൻ്റെ രഹസ്യം ഇനി കാലതാമസമില്ലാതെ പൂർത്തിയാകും എന്നതാണ്. 7 ഇടിമുഴക്കങ്ങൾ സംസാരിച്ചുവെങ്കിലും അത് എഴുതാതിരിക്കാൻ യോഹന്നാനോട് ആവശ്യപ്പെടുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ചില പദ്ധതികൾ മനുഷ്യബുദ്ധിക്ക് പൂർണ്ണമായി ഗ്രഹിക്കാൻ കഴിയാത്ത വിധം നിഗൂഢമായി തുടരുന്നു എന്നാണ്. ചെറിയ പുസ്തകം ഭക്ഷിക്കാനുള്ള നിർദ്ദേശം പ്രവാചക ദൗത്യത്തിൻ്റെ ഇരട്ട സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നു. ദൈവവചനം സ്വീകരിക്കുമ്പോൾ അത് മധുരമുള്ളതാണെങ്കിലും അത് പ്രവചിക്കുകയും ലോകത്തിന് കൈമാറുകയും ചെയ്യുമ്പോൾ അത് കൈപ്പേറിയ അനുഭവങ്ങൾ നൽകിയേക്കാം. സത്യം പ്രസംഗിക്കുന്നത് പലപ്പോഴും ലോകത്തിൻ്റെ എതിർപ്പുകൾക്ക് കാരണമാകുന്നു. ഈ ദർശനത്തിൽ നിന്നും നാം പഠിക്കേണ്ട പ്രധാന പാഠം ദൈവവചനത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളാനുള്ള നമ്മുടെ സന്നദ്ധതയാണ്. വചനം നമ്മുടെ ആത്മാവിനെ പോഷിപ്പിക്കുന്നു. എന്നാൽ ആ വചനമനുസരിച്ച് നിങ്ങളും ഞാനും ജീവിക്കുമ്പോൾ ആണ് കർത്താവിൻ്റെ ആഗ്രഹം നിറവേറുക. അത് പ്രഘോഷിക്കുവാനും നാം കടപ്പെട്ടവരാണ്. അത് പ്രഘോഷിക്കുമ്പോൾ വലിയ ത്യാഗങ്ങൾ സഹിക്കേണ്ടതായി വരും. യോഹന്നാൻ്റെ അനുഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ക്രിസ്തീയ ജീവിതം സുഖകരമായ ഒന്നായിരിക്കില്ല, മറിച്ച് വെല്ലുവിളികളും കഷ്ടപ്പാടുകളും നിറഞ്ഞ ഒരു യാത്രയായിരിക്കും. എങ്കിലും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ പാഠം നമ്മെ പ്രചോദിപ്പിക്കുന്നു. സഹോദരങ്ങളെ, വെളിപാട് 10ാം അധ്യായം ഇന്നത്തെ ലോകത്തിന് വളരെ പ്രസക്തമാണ്. നമ്മുടെ ഈ ലോകം
അന്ധകാരത്തിലും തിന്മയിലും മാണ്ടുപോകുമ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധിയും അവിടുത്തെ രാജ്യത്തിൻ്റെ ആസന്നമായ വരവും നാം ഓർക്കേണ്ടതുണ്ട്. ഇന്ന് നാം കാണുന്ന അനീതികളും യുദ്ധങ്ങളും പ്രകൃതി ദുരന്തങ്ങളും കാലം പൂർണ്ണതയിലേക്ക് നീങ്ങുന്നു എന്നതിൻ്റെ സൂചനകൾ ആണ്. നാം ജീവിക്കുന്നത് അവസാന നാളുകളിലാണെന്ന ബോധ്യം നമ്മുടെ ജീവിതശൈലിയെയും മുൻഗണനകളെയും പുനർനിർവചിക്കാൻ നമ്മെ ഓരോരുത്തരെയും ഈ നിമിഷം പ്രേരിപ്പിക്കണം. ദൈവത്തിൻ്റെ വചനം കൈപ്പേറിയതാകുമ്പോഴും അതിൽ ഉറച്ചു നിൽക്കുവാനുള്ള ധൈര്യം നാം ഓരോരുത്തരും ആർജിക്കണം വചനത്തിൻ്റെ ശക്തിയാൽ. ഈ അധ്യായം പഴയ നിയമ പ്രവചനങ്ങളുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചെറിയ പുസ്തകം ഭക്ഷിക്കുന്ന യോഹന്നാൻ്റെ ദർശനം 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന എസെക്കിയേൽ പ്രവാചകൻ്റെ അനുഭവത്തെ അനുസ്മരിപ്പിക്കുന്നു. പഴയ നിയമത്തിലെ പ്രവാചകന്മാർ ദൈവത്തിൻ്റെ വചനം ജനങ്ങൾക്ക് നൽകാൻ വിളിക്കപ്പെട്ടവരായിരുന്നു. ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർണ്ണമായി വെളിപ്പെടുത്തുന്നതിനായി ദൈവം ഉപയോഗിച്ച ഉപകരണങ്ങളായിരുന്നു അവർ. വെളിപാട് പുസ്തകത്തിലെ ദർശനങ്ങൾ പഴയ നിയമത്തിലെ പ്രതീകാത്മക ഭാഷയും പ്രവചനങ്ങളും ഉപയോഗിച്ച് ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു സന്ദേശവും നൽകുന്നു. പുതിയ നിയമത്തിലാകട്ടെ ഈ ദർശനങ്ങളുടെ പൂർണ്ണത കർത്താവായ ഈശോ മിശിഹായിലാണ് നാം കാണുക. അവിടുന്ന് തന്നെയാണ് ജീവൻ്റെ വചനം. പഴയ നിയമ പ്രവചനങ്ങളുടെ എല്ലാം പൂർത്തീകരണം ഈശോയിലാണ് സംഭവിച്ചത്. വെളിപാട് 10 സന്ദേശം ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർത്തിയാക്കാനുള്ള ഈശോയുടെ ദൗത്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. യോഹന്നാന് ലഭിച്ച ദർശനം ലോകാവസാനം വരെയുള്ള സഭയുടെ പ്രവാചക ദൗത്യത്തെയും ക്രിസ്തുവിൻ്റെ അന്തിമ വിജയത്തെയും ആണ് അടയാളപ്പെടുത്തുന്നത്. ഈശോയുടെ 2ാമത്തെ വരവിലൂടെ ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ പൂർണ്ണമായും വെളിപ്പെടും. ഈ ഉൾക്കാഴ്ചകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കർത്താവിൻ്റെ 2ാമത്തെ വരവിനായി നാം ഓരോരുത്തരും തയ്യാറായിരിക്കണം. നമ്മുടെ വിളവെടുപ്പ് കാലം അടുത്തു വരുന്നു എന്ന ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാം. പാപകരമായ വഴികൾ ഉപേക്ഷിച്ച് വിശുദ്ധിയിലും പ്രാർത്ഥനയിലും സമയം ചെലവഴിക്കാം. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. നമ്മുടെ ജീവിതം ക്രിസ്തുവിൻ്റെ സാക്ഷ്യമാകട്ടെ. കർത്തൃ സാക്ഷികളായി നമുക്ക് മുന്നോട്ട് പോകാം. നാം ലോകത്തിന് പ്രത്യാശയുടെ സന്ദേശം നൽകുന്നവരാകാം. ദൈവവചനം ഹൃദയത്തിൽ മധുരമാകട്ടെ. ദൗത്യം നിറവേറ്റാൻ നാം ധൈര്യം കാണിക്കണം. പ്രത്യാശയോടെ കർത്താവിനായി നമുക്ക് കാത്തിരിക്കാം. അവിടുത്തെ കൃപയിൽ എന്നും നിലനിൽക്കാം. കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ സ്നേഹ സന്ദേശം പങ്കുവെച്ച് സുവിശേഷ വേലയിൽ പങ്കാളികളാകുവാൻ കർത്തൃനാമത്തിൽ സഹോദര സഹോദരി നിങ്ങളെ ഞാൻ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ദൈവം നിങ്ങളുടെ ജീവിതങ്ങളെ സമ്പുഷ്ടമാക്കട്ടെ.